ഹേ ദയ പൂജ ഹിയർ. അങ്ങനെ ഇപ്രാവശ്യത്തെ ജന്മാഷ്ടമി ഒരു വർക്കിംഗ് ഡേയിലായിരുന്നത് കൊണ്ട് അന്ന് നടത്താനിരുന്ന പ്രോഗ്രാം ഈ സാറ്റർഡേ ആയിരുന്നു നടന്നത്. അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും റാസൽ കൈമയിലും നമ്മൾ ജന്മാഷ്ടമി അടിച്ചു. മോളെ കൃഷ്ണനായിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. മോളുടെ ഫ്രണ്ട് ആത്മിക രാധയായിട്ടാണ് ഡ്രസ്സ് ചെയ്തത്. പക്ഷെ മോൾക്ക് കൃഷ്ണനാവണ്ട, രാധയായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരുന്നു. രാധയുടെ കോസ്റ്റ്യൂം ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കൃഷ്ണന്റെ കോസ്റ്റ്യൂമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കൃഷ്ണനാക്കി. സാധാ കുട്ടികളൊക്കെ കൃഷ്ണനാവാൻ വേണ്ടിയിട്ടാണല്ലോ വാശി പിടിക്കുന്നത്. ഇവിടെ ഒരാൾ രാധയാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വാശി. അപ്പോൾ ഇത് റാസൽ ഖൈമയിലെ തമാം റെസ്റ്റോറൻറ്റിന്റെ പാർട്ടി ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം നടന്നത്. ലിമിറ്റഡ് സ്പേസിലും പ്രീയടി വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഷോർട്സിൽ ഇടാനായിട്ടായിരുന്നു ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ തുടങ്ങിയത്, അതുകൊണ്ടാണ് ഇത് പോർട്രേറ്റ് മോഡിലുള്ളത്. ഈ ഒരു ഗ്രൂപ്പ് കുട്ടികൾ ഡാൻസിന് വേണ്ടിയിട്ട് റെഡിയായി നിന്നപ്പോൾ ഒരു ചെറിയ ക്യൂട്ട് മൊമെൻ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആ കുട്ടി രാധയുണ്ടല്ലോ, ആ കുഞ്ഞി രാധയെ അതിൻ്റെ കൃഷ്ണൻ വന്നിട്ട് ഇങ്ങനെ താഴെ ഇറങ്ങാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു. പല പ്രാവശ്യം വിളിച്ചിട്ട് വന്നില്ല. അവസാനം ഈ കുട്ടി സ്റ്റേജിൽ കയറിയിട്ട് ഈ കൃഷ്ണൻ സ്റ്റേജിൽ കയറി ആ കുഞ്ഞി രാധയുടെ കൈ പിടിച്ചിട്ട് വലിച്ച് താഴോട്ട് ഇറക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ഫ്രണ്ടിൽ 2 റോയിൽ ഇരുന്നവരെ കണ്ടുള്ളൂ എന്ന് തോന്നുന്നു. എല്ലാവരും നല്ല രീതിയിൽ ചിരിച്ചു. കാരണം ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ മൈൻഡിൽ കൂടെ പോയൊരു തോട്ടം എന്ന് പറഞ്ഞാൽ, നിന്റെ കൃഷ്ണൻ ഇവിടെ നിൽക്കില്ല, നീ വേറെ കൃഷ്ണൻ്റെ അടുത്ത് പോയി എന്തിനാ വാ എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന പോലെ ഒരു മൊമെന്റ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതൊരു നല്ല മൊമെന്റ് ആയിരുന്നു, അത് മിസ്സായി പോയി. അത് കഴിഞ്ഞ് വേറെയും കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള പല പല ഗ്രൂപ്പിന്റെ ഡാൻസ് ഉണ്ടായിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു എല്ലാം. ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ശോഭയാത്രയുണ്ടായിരുന്നു. ശോഭയാത്ര എന്ന് പറയുമ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, ഈ ഹാളിനുള്ളിൽ തന്നെ ഒരു 3 റൗണ്ട് ഇങ്ങനെ വരം വെച്ചിട്ട് വന്നായിരുന്നു. കുട്ടികളെല്ലാം ലൈനായിട്ട് നിർത്തി ഇങ്ങനെ 3 പ്രാവശ്യം നടത്തിപ്പിച്ചു. എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് സ്റ്റേജിൽ ഇങ്ങനെ നിർത്തി. ചെറിയ കുട്ടികളെല്ലാം ഫ്രണ്ടിലും പിന്നെ അങ്ങോട്ടോ ഹൈറ്റ് കൂടുന്ന രീതിയിലൊക്കെ അറേഞ്ച് ചെയ്തൊക്കെയാണ് നിർത്തിയിരുന്നത്. പക്ഷേ മോളെ ഞാൻ ആത്മീയയുടെ കൂടെ തന്നെ നിർത്തിയായിരുന്നു. അങ്ങനെ 3 റൗണ്ട് നടന്നൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാവരെയും ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുവന്നൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴെല്ലാവരും പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ വിളിച്ച് താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഉറിയടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേ മോള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അന്തം വിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴിങ്ങനെ ഓടി നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ബോറൊക്കെ അടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയി. എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികളെല്ലാം ഇതുപോലെ തന്നെയാണ്, ഓടിക്കളിച്ച് നിൽക്കുന്നതായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഉറക്കം വരുമെന്ന് തോന്നുന്നു. കുറേ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കോട്ടുവായിരുന്നത് ഞാൻ കണ്ടു, കുഞ്ഞു കുട്ടികൾ. ഇവിടെ ഉറിയടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉറിയടി കാണാം.
അങ്ങനെ ഊരി അടിച്ച് പൊട്ടിച്ച് അതിനകത്തുനിന്ന് മുട്ടായി ആയിരുന്നു കിട്ടിയത് കുട്ടികൾക്ക്. അങ്ങനെ ഇതും കൂടെ ആയപ്പോൾ ഇപ്രാവശ്യത്തെ ജന്മാഷ്ടമി സെലിബ്രേഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്